ഈശ്വമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക്ക് ഈസ്റ്റർ 2-ാം വാരം ചൊവ്വാഴ്ച. നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 3-ാം അധ്യായം 7 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ സുവിശേഷ ഭാഗമായിട്ട് വായിക്കുമ്പോൾ നിക്കോദേമോസും ഈശോയും തമ്മിലുള്ള സംഭാഷണമാണ് നമ്മൾ വായിക്കുന്നത്. ഇതിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് അപ്പോസ്തല പ്രവർത്തനങ്ങൾ 4-ാം അധ്യായം 32 മുതൽ 37 വരെയുള്ള വാക്യങ്ങളാണ് 1-ാം വായനയിൽ നമ്മൾ വായിക്കുന്നത്. അവിടെ അവസാനത്തെ വാക്യങ്ങളിലേക്ക് എത്തും, 36-37 വാക്യങ്ങളിലേക്ക് എത്തുമ്പോൾ ബർണ്ണബാസ് എന്നൊരാളെ കുറിച്ച് പറയുന്നുണ്ട്. ഈ ബർണ്ണബാസ് എന്ന ആൾ സൈപ്രസ് നാടുകാരനായ ലെവായനായ ജോസഫാണ്. അയാൾക്ക് അപ്പോസ്തലന്മാർ നൽകിയൊരു അപരനാമമാണ് ബർണ്ണബാസ്. ബർണ്ണബാസ് എന്ന വാക്കിൻ്റെ അർത്ഥം ആശ്വാസത്തിൻ്റെ പുത്രൻ എന്നാണ് മലയാളം ബൈബിളിൽ നമ്മൾ കാണുന്നത്. ആശ്വാസത്തിൻ്റെ പുത്രൻ യഥാർത്ഥത്തിൽ ഈശോയുടെ ഇടപെടലുകളെ സൂചിപ്പിക്കുന്ന ഒരു വാക്കായിട്ട് നമുക്ക് ഈ ബർണ്ണബാസ് എന്ന പേരിനെ കാണേണ്ടതായിട്ടുണ്ട്. നമ്മളിതിനെ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. ദൈവത്തിൻ്റെ പേരുകളിലെ പര്യായ പദങ്ങൾ യഥാർത്ഥത്തിൽ നമ്മളൊരു ഇന്ത്യൻ പശ്ചാത്തലത്തിലാണെങ്കിൽ ഹൈന്ദവർക്കിടയിൽ നമ്മളിങ്ങനെ നിരവധി പേരുകൾ കാണാറുണ്ട്. നമ്മളിപ്പോൾ യേശു ക്രിസ്തുവിനെ കുറിച്ച് യേശു ക്രിസ്തു എന്നീ 2 വാക്കുകളുടെ അർത്ഥം മാത്രമാണ് നമ്മളിപ്പോഴും തിരയുന്നത്. പിന്നെ അതിന് ലിറ്റിനിയിലൊക്കെ നമ്മൾ പറയുമ്പോൾ ഓരോ പ്രത്യേകതകളെക്കുറിച്ച് നമ്മൾ പറയും. പക്ഷേ അവരെ നാമങ്ങൾ ഉപയോഗിക്കുന്നത് വളരെ വിരളമാണ്. പക്ഷേ ഹൈന്ദവ പശ്ചാത്തലത്തിലൊക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഒരു ദേവനെ സൂചിപ്പിക്കാൻ വേണ്ടി നിരവധി പേരുകൾ നമുക്ക് കാണാൻ സാധിക്കും. നമ്മളതിൻ്റെ ഉദാഹരണങ്ങളിലേക്ക് പോകുന്നില്ല. പക്ഷേ ഇവിടെ ഈശോയെ സൂചിപ്പിക്കുന്ന രീതിയിലൊരു വാക്കായിട്ടാണ് ബർണ്ണബാസ് എന്ന വാക്ക് നമ്മൾ കാണേണ്ടത്. ആശ്വാസത്തിൻ്റെ പുത്രൻ. ഈ മനുഷ്യനെ ഒരു നല്ല ക്രിസ്ത്യാനി എന്നതുകൊണ്ടാണ് അവർ ആ പേരിട്ട് വിളിച്ചത്. ആശ്വാസകനായ പരിശുദ്ധാത്മാവ് എന്ന് ഈശോ പറയുന്നുണ്ട്. അപ്പോൾ ആശ്വാസത്തിൻ്റെ പുത്രൻ എന്ന് പറയുമ്പോൾ ആ പരിശുദ്ധാത്മാവിൻ്റെ കൃപ നിറഞ്ഞ ഒരു മകൻ, പരിശുദ്ധാത്മാവിൻ്റെ പുത്രൻ എന്ന രീതിയിലാണ് നമ്മൾ കാണേണ്ടത്. പരിശുദ്ധാത്മാവിൻ്റെ പുത്രൻ എന്ന് നമ്മൾ വിളിക്കേണ്ടത് പുത്രനായ ഈശോയെ തന്നെയാണ്. കാരണം പരിശുദ്ധാത്മാവിൽ നിന്നുമാണ്, പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലിൽ നിന്നുമാണ് പരിശുദ്ധ കന്യാമറിയിൽ നിന്നും ഈശോ ജനിക്കുന്നത്. ഇനി നമ്മൾ ഈ ആശ്വാസത്തിൻ്റെ പുത്രൻ എന്ന് നമ്മൾ മലയാളം ബൈബിൾ വായിക്കുമ്പോൾ ഈ സുവിശേഷത്തിലേക്ക് വരുന്ന സമയത്ത് ഉയർത്തെഴുന്നേറ്റ ഈശോയുടെ ഇടപെടലുകളെല്ലാം ആശ്വാസം കൊടുക്കുന്നതായിരുന്നു നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ഈ വാക്കിൽ ഒന്നുകൂടി നമ്മൾ ഇംഗ്ലീഷ് ബൈബിളിൽ ഒന്ന് തിരയുകയാണെങ്കിൽ 4-ാം അധ്യായം അപ്പോസ്തല പ്രവർത്തനം 4-ാം അധ്യായം 36-ാം വാക്യത്തിൽ നമ്മൾ കാണുന്ന ഇങ്ങനെയാണ്. ബർണ്ണബാസിനെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്ക് Joseph, who was also called the Apostles Barnabas, which means son of encouragement എന്ന് എഴുതിയിരിക്കുന്നത്. സൺ ഓഫ് എൻകറേജ്മെൻറ്റ്. എൻകറേജ്മെൻറ്റ് എന്ന വാക്കിൻ്റെ മലയാളം നമ്മൾ നോക്കുകയാണെങ്കിൽ അത് പ്രോത്സാഹനം എന്നാണ്. ആശ്വാസം എന്നതിനേക്കാൾ പ്രോത്സാഹനം എന്നാണ്. അപ്പോൾ പ്രോത്സാഹനം നൽകുന്ന ഒരു മകൻ, പ്രോത്സാഹനത്തിൻ്റെ പുത്രൻ. യഥാർത്ഥത്തിൽ സുവിശേഷത്തിലേക്ക് കടന്നു വരികയാണ്. നമുക്ക് ആ വാക്ക് മാത്രം എടുത്തിട്ട് സുവിശേഷത്തിലേക്ക് വരുമ്പോൾ ഉയർത്തെഴുന്നേറ്റ ഈശോ ആശ്വാസം തരുന്നവൻ എന്നതിനപ്പുറം പ്രോത്സാഹനം നൽകുന്നവനാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈശോയുടെ ഓരോ ഇടപെടലുകളും ഒന്നെടുത്ത് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ മഗ്ദലന മറിയം ഇങ്ങനെ ഈശോയെ ഇങ്ങനെ പറ്റിച്ചേർന്ന് നിൽക്കാൻ നോക്കുമ്പോൾ അവളെങ്ങനെ പ്രോത്സാഹിപ്പിക്കാം, നീ പോയി ഈ ശിഷ്യന്മാരെ വിവരം അറിയിക്കുക. അവളെങ്ങനെ ഒരു മിഷന് വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്ന ഈശോയെ നമുക്ക് കാണാൻ സാധിക്കും. എമാവുസിലേക്ക് പോയി ശിഷ്യന്മാർ ഇങ്ങനെ അവരുടെ ആകുലതകൾ, ഈശോ മരിച്ചടക്കം ചെയ്യപ്പെട്ടത് 3-ാം ദിവസമാണ്, അവൻ ഉയർത്തെഴുന്നേറ്റെന്ന് ചിലരൊക്കെ പറയുന്നുണ്ട് എന്നൊക്കെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈശോ അവരെ പ്രോത്സാഹിപ്പിക്കുക. ഉയർത്തെഴുന്നേറ്റ ഈശോയെ വിശ്വസിക്കാൻ വേണ്ടി പ്രോത്സാഹനം നൽകുന്നു. വീണ്ടും നമ്മൾ കാണുന്നത് തോമാസ്ലിയ, അവിശ്വാസിയായി മാറിക്കൊണ്ടിരിക്കുന്ന തോമാസ്ലിയായ വിശ്വാസത്തിലേക്ക് ഈശോ പ്രോത്സാഹിപ്പിക്കുക. അവിശ്വാസിയാതെ വിശ്വാസിയായി മാറ് എന്ന് ഈശോ പറയുന്നുണ്ട്. പത്രോസ്ലിയായ കാത്തിരിക്കുന്ന തിബേരിയസിൻ്റെ തീരത്ത് ഈശോ പറയുന്നുണ്ട്, നീ എന്നെ സ്നേഹിക്കുന്നു. 3 പ്രാവശ്യം ഈശോ സ്നേഹിക്കുന്നു എന്ന് അവനെ കൊണ്ട് പറയിച്ചുകൊണ്ട് അവനെ പ്രോത്സാഹിപ്പിക്കുക, സ്നേഹിക്കാൻ പ്രോത്സാഹിപ്പിക്കുക. നന്മയുടെ വ്യത്യസ്ത തലങ്ങളെ ഈശോ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുക. സൺ ഓഫ് എൻകറേജ്മെൻറ്റ്. നമ്മൾ വീണ്ടും ഈശോയുടെ ഉദ്ധാരത്തിന് ശേഷം ഈ തിബേരിയാസിൻ്റെ തീരത്ത് ഈശോ നിൽക്കുന്ന രംഗമുണ്ടല്ലോ, അവിടെ ശിഷ്യന്മാരിങ്ങനെ വള്ളവും വലയും ഒക്കെ ആയിട്ട് വീണ്ടും കടലിൽ പോകുന്ന രംഗമുണ്ട്. അപ്പോൾ തിബേരിയസിൻ്റെ തീരത്ത് ഇങ്ങനെ ആ കൊച്ചുവെളുപ്പാൻ കാലത്ത് ഈശോ വന്ന് നിന്നിട്ട് ഇരുട്ടാണെന്നുണ്ടെങ്കിൽ ഈശോ ഇങ്ങനെ പറയുക, അവൻ വിളിച്ചു ചോദിക്കുക, കുഞ്ഞുങ്ങളെ മീൻ വല്ലതും ഉണ്ടോ? ഇല്ല എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഈശോ പറയുന്നത് വലതുവശത്തേക്ക് വലയിറക്ക്, പ്രോത്സാഹനമാണ്, നിങ്ങൾ വലയിറക്ക്, ഈ കിട്ടും, ഞാൻ കൂടെ ഉണ്ട്. അപ്പോൾ ഈശോയുടെ ഒരു പ്രോത്സാഹനം. അപ്പം ഉയർത്തെഴുന്നേറ്റ ഈശോ ആശ്വാസം നൽകുന്നവൻ എന്നതിനേക്കാൾ ഉപരി പ്രോത്സാഹനം നൽകുന്ന ഒരാളെന്ന രീതിയിൽ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്ന ഒരു വചനഭാഗമാണ് ഇന്നത്തെ 1-ാം വായനയും സുവിശേഷവുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് ചിന്തിക്കുമ്പോൾ കാണാൻ സാധിക്കും. ബർണ്ണബാസ് എന്ന ആ മനുഷ്യൻ്റെ
ആശ്വാസത്തിൻ്റെ പുത്രൻ എന്ന് മലയാളം ബൈബിളിൽ പറയുമ്പോൾ ഇംഗ്ലീഷ് ബൈബിളിൽ സൺ ഓഫ് എൻകറേജ്മെൻറ്റ് എന്ന് പറയുന്ന ആ വാക്ക് ഈശോയെ സൂചിപ്പിക്കുന്ന ഒരു വാക്കായിട്ട് നമ്മൾ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെ ഉയർത്തെഴുന്നേറ്റ ഈശോ പ്രോത്സാഹനം നൽകുന്ന ഈശോയാണ്. നന്മ ചെയ്യാൻ വേണ്ടി പ്രോത്സാഹനം നൽകുന്നു, സ്നേഹിക്കാൻ വേണ്ടി പ്രോത്സാഹനം നൽകുന്നു, വിശ്വസിക്കാൻ വേണ്ടി പ്രോത്സാഹനം നൽകുന്നു, മിഷൻ പ്രവർത്തനത്തിൽ ഏർപ്പെടാൻ വേണ്ടി പ്രോത്സാഹനം നൽകുന്നു. അങ്ങനെ വ്യത്യസ്ത തലങ്ങളിൽ പ്രോത്സാഹിപ്പിക്കുന്ന ഈശോയെ നമുക്ക് കാണാൻ സാധിക്കും. ഈശോ ഒരു പ്രോത്സാഹനം നൽകുന്ന ആളായിട്ട്, എൻകറേജ്മെൻറ്റ് നൽകുന്ന ആളായിട്ടാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. അപ്പോൾ ദിവ്യകാരുണ്യം സ്വീകരിച്ച്, കുമ്പസാരിച്ച് ദിവ്യകാരുണ്യമൊക്കെ സ്വീകരിച്ച് കഴിഞ്ഞിട്ട് ആ ഈശോയിൽ നിന്ന് നമ്മൾ പ്രോത്സാഹനം വാങ്ങിക്കേണ്ടത്. നമുക്കൊരു നല്ല കാര്യം ചെയ്യണം, ഒരു നല്ല നന്മപ്രവൃത്തിയിൽ ഏർപ്പെടണം, അല്ലെങ്കിൽ കാരുണ്യപ്രവൃത്തിയിൽ ഏർപ്പെടണം, അല്ലെങ്കിൽ നമ്മൾ ഉത്തരവാദിത്വം കൃത്യമായിട്ടൊന്ന് ചെയ്യണം, അല്ലെങ്കിൽ ഈശോയെക്കുറിച്ച് ഒരുങ്ങി ഒന്ന് വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കണം. ഇതിനൊക്കെ പ്രോത്സാഹനം തരുന്ന ഈശോ തന്നെയാണ്. അപ്പോൾ ഉയർത്തെഴുന്നേറ്റ് പ്രോത്സാഹിപ്പിക്കുന്ന ഈശോയുടെ ഇടപെടൽ നമുക്ക് കൈനീട്ടി സ്വീകരിക്കാം. എന്നിട്ട് ആ പ്രോത്സാഹനത്തിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പോൾ ഈ പൗലോസ്ലീഹ പറയുന്ന പോലെ കാരിത്താസ് ക്രിസ്തി ഊർജത്നോസ്, അവൻ്റെ സ്നേഹം, ക്രിസ്തുവിനോടുള്ള സ്നേഹം ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മളെ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, ഉത്തേജിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ് ആ വാക്യത്തിൻ്റെ അർത്ഥം. അപ്പോൾ ഉയർത്തെഴുന്നേറ്റ ഈശോയുടെ പ്രോത്സാഹനങ്ങൾ ഏറ്റുവാങ്ങി നന്മയിൽ വളരാൻ നമുക്ക് ശ്രമിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.